നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രണ്ടാം ഭാഗമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി ബേസിക് കഴിഞ്ഞ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പ്രാചീന ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വളർച്ച. അതിൽ ഓരോരോ സയന്റിസ്റ്റുകൾ പറഞ്ഞ ഓരോരോ സംഭാവനകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതിലാദ്യമായി, ഭൂമി ഭ്രമണം ചെയ്യുന്നതോടൊപ്പം സൂര്യനെ പരിക്രമണം ചെയ്യുന്നു എന്ന് ആദ്യമായി കണ്ടെത്തിയ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആണ് ആര്യഭട്ടൻ. അപ്പം ഭൂമി ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം സൂര്യനെ പരിക്രമണം ചെയ്യുന്നു എന്ന് ആദ്യമായി കണ്ടെത്തിയ ഭാരതീയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ആര്യഭട്ടൻ. ചന്ദ്രനിലും ആകാശഗോളങ്ങളിലും കാണപ്പെടുന്ന തിളക്കത്തിന് കാരണം സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനമാണെന്ന് കണ്ടെത്തിയ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആണ് ആര്യഭട്ട. ചന്ദ്രനിലും ആകാശഗോളങ്ങളിലും കാണപ്പെടുന്ന തിളക്കത്തിന് കാരണം സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനമാണെന്ന് കണ്ടെത്തിയ ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭട്ട. ഈ ആര്യഭട്ടയുടെ ഒരു പ്രശസ്തമായ ശാസ്ത്രകൃതിയുണ്ട്, അതാണ് ആര്യഭടീയം. ആര്യഭട്ടയുടെ ഒരു പ്രശസ്തമായ ശാസ്ത്രകൃതിയാണ് ആര്യഭടീയം. ഇനി അടുത്തതായി, നെഗറ്റീവ് സംഖ്യകളെ അവതരിപ്പിച്ച ഗണിതശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ പേരാണ് ബ്രഹ്മഗുപ്തൻ. നെഗറ്റീവ് സംഖ്യകളെ അവതരിപ്പിച്ച ഗണിതശാസ്ത്രജ്ഞൻ, അതാണ് ബ്രഹ്മഗുപ്തൻ. അടുത്തതായി, സിദ്ധാന്ത ശിരോമണി എന്ന കൃതി രചിച്ച ശാസ്ത്രജ്ഞൻ ഭാസ്കരാചാര്യ. അപ്പൊ എന്താണ് സിദ്ധാന്ത ശിരോമണി എന്ന കൃതി രചിച്ചത്? ഭാസ്കരാചാര്യ. ചക്രവാതക രീതി അഥവാ സൈക്ലിക് മെത്തേഡ് ആവിഷ്കരിച്ച ഗണിതശാസ്ത്രജ്ഞനാണ് ഭാസ്കരാചാര്യ. ചക്രവാതക രീതി അഥവാ സൈക്ലിക് മെത്തേഡ് എന്ന രീതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഭാസ്കരാചാര്യർ. ജ്യോതിശാസ്ത്രത്തിലെ ആദ്യ കൃതിയായ ബൃഹത് സംഹിത രചിച്ചത് വരാഹമിഹിരനാണ്. ജ്യോതിശാസ്ത്ര കൃതിയിലെ ബൃഹത് സംഹിത രചിച്ചത് വരാഹമിഹിരനാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വൈദ്യശാസ്ത്ര കൃതിയാണ് ആത്രേയ സംഹിത. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വൈദ്യശാസ്ത്ര കൃതിയാണ് ആത്രേയ സംഹിത. അടുത്തതായി, പരമാണുവാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം എന്ന് ആദ്യമായി പ്രസ്താവിച്ച ഭാരതീയ ശാസ്ത്രജ്ഞൻ. എന്താണ്? പരമാണുവാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം എന്ന് ആദ്യമായി പ്രസ്താവിച്ച ഭാരതീയ ശാസ്ത്രജ്ഞനാണ് കണാദമുനി. ഇനി അടുത്തത്, ശസ്ത്രക്രിയയുടെ പിതാവാണ് സുശ്രുതൻ. സുശ്രുത സംഹിത രചിച്ചത് സുശ്രുതനാണ്. അപ്പൊ ശസ്ത്രക്രിയയുടെ പിതാവ് സുശ്രുതൻ. സുശ്രുതന്റെ ഒരു രചനയാണ് സുശ്രുത സംഹിത. അപ്പോൾ ചരക സംഹിത ആരുടെ രചനയാണ്? ചരകമുനിയുടെ. അപ്പൊ സുശ്രുത സംഹിത രചിച്ചത് സുശ്രുതനും ചരക സംഹിത രചിച്ചത് ചരകമുനിയുമാണ്. ദഹനം, ഉപാപചയ പ്രവർത്തനം, ഇമ്മ്യൂണിറ്റി എന്നിവ ആദ്യമായി മനസ്സിലാക്കിയ ഭാരതീയനാണ് ചരകമുനി. ദഹനം, ഉപാപചയ പ്രവർത്തനം, ഇമ്മ്യൂണിറ്റി എന്നിവയെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കിയ ഭാരതീയന്റെ പേരാണ് ചരകമുനി. അടുത്തതായി, യോഗസൂത്ര എന്ന പ്രാചീന കൃതി എഴുതിയത് പതഞ്ജലിയാണ്. യോഗസൂത്ര എന്ന കൃതി ആരുടേതാണ്? പതഞ്ജലിയുടേതാണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞത് ശാസ്ത്ര സാങ്കേതിക വളർച്ച പ്രാചീന കാലത്തെ കുറിച്ചാണ്. ഇനി അടുത്തതായി നമ്മൾ പറയുന്നത് മധ്യകാല ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചകളെ കുറിച്ചാണ്. കളനിയന്ത്രണം, സങ്കരയിന സസ്യങ്ങൾ എന്നിവയെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള മധ്യകാല ഇന്ത്യയിലെ കൃതിയെക്കുറിച്ചാണ് ആദ്യമായി പറയുന്നത്. കളനിയന്ത്രണം, സങ്കരയിന സസ്യങ്ങൾ എന്നിവയെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള മധ്യകാല ഇന്ത്യയിലെ കൃതിയാണ് സുസുക്കി ജഹാംഗീരി. ഇത് ജഹാംഗീർ രചിച്ചിട്ടുള്ളതാണ്. കളനിയന്ത്രണം, സങ്കരയിന സസ്യങ്ങൾ എന്നിവയെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള മധ്യകാല ഇന്ത്യയിലെ കൃതി, അതാണ് സുസുക് ഇ ജഹാംഗീരി. ഇത് ആരാണ് രചിച്ചത്? ജഹാംഗീർ. അടുത്തതായി, ഗണിതസാര എന്ന കൃതി രചിച്ചത് ആര്? ശ്രീധര ആണ് ഗണിതസാര എന്ന കൃതി രചിച്ചത്. ലീലാവതി വാക്യ, ശുദ്ധാന്ത ദീപിക എന്നീ കൃതികൾ രചിച്ചത് ആര്? ഗംഗാധറാണ് ലീലാവതി വാക്യ, ശുദ്ധാന്ത ദീപിക എന്നീ കൃതികൾ രചിച്ചത്. മധ്യകാല ഭാരതത്തിലെ പേപ്പർ നിർമ്മാണശാല മൈസൂരിൽ സ്ഥാപിച്ചത് ടിപ്പു സുൽത്താൻ. മധ്യകാല ഭാരതത്തിലെ
പേപ്പർ നിർമ്മാണശാല മൈസൂരിൽ സ്ഥാപിച്ചത് ടിപ്പു സുൽത്താൻ. പീരങ്കികളുടെ നിർമ്മാണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള കൃതി. പീരങ്കികളുടെ നിർമ്മാണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള കൃതിയാണ് സുസുക്കി ബാബറി. ഈ കൃതി രചിച്ചത് ബാബറാണ്. പീരങ്കികളുടെ നിർമ്മാണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള കൃതിയാണ് സുസുക്കി ബാബറി. ഈ കൃതി ബാബറുടെ രചനയാണ്. സുഗന്ധ ലേപനങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന മുഗൾ കാലഘട്ടത്തിലെ കൃതി. സുഗന്ധ ലേപനങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന മുഗൾ കാലഘട്ടത്തിലെ കൃതിയാണ് ഐൻ-ഇ-അക്ബറി. ഐൻ-ഇ-അക്ബറി. ഇത് അബുൾ ഫസലാണ് രചിച്ചിട്ടുള്ളത്. സുഗന്ധ ലേപനങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന മുഗൾ കാലഘട്ടത്തിലെ കൃതിയാണ് ഐൻ-ഇ-അക്ബറി. ഇത് അബുൾ ഫസലാണ് രചിച്ചിട്ടുള്ളത്. അടുത്തതായി ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, വാരണാസി, മധുര എന്നിവിടങ്ങളിൽ വാനനിരീക്ഷണശാലകൾ സ്ഥാപിച്ചത്. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, വാരണാസി, മധുര എന്നിവിടങ്ങളിൽ വാനനിരീക്ഷണശാലകൾ സ്ഥാപിച്ചതാണ് സവായ് ജയ്സിംഗ്. അപ്പൊ ഇതോടുകൂടി മധ്യകാല ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി അടുത്തതായി വരുന്നത് ആധുനിക ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വളർച്ചയെയാണ് പറയുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ പറയുന്നത് IIT യെ കുറിച്ചാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതാണ് IIT. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി രൂപീകരിച്ചതാണ് IIT-കൾ. ഇന്ത്യയിലെ ആദ്യത്തെ IIT സ്ഥാപിച്ച സ്ഥലമാണ് ഗോരഖ്പൂർ. ഗോരഖ്പൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിൽ 1951. IIT-യുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിനെയാണ്. IIT-യുടെ പിതാവ് എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സ്ഥാപിക്കപ്പെട്ട വർഷം. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സ്ഥാപിക്കപ്പെട്ട വർഷമാണ് 1942 സെപ്റ്റംബർ 26. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സ്ഥാപിക്കപ്പെട്ട വർഷമാണ് 1942 സെപ്റ്റംബർ 26. ഇനി ഇതിനകത്ത് ഒരു അഡീഷണൽ പോയിന്റ് ആണ്, ദേശീയ സാങ്കേതിക വിദ്യാ ദിനമാണ് മെയ് 11 എന്ന് പറയുന്നത്. ദേശീയ സാങ്കേതിക വിദ്യാ ദിനം ആണ്. നമ്മളിപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസത്തെ കുറിച്ചല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കാരണം അതിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്, ദേശീയ സാങ്കേതിക വിദ്യാ ദിനമാണ് മെയ് 11. അത് ഇന്ത്യയുടെ 1998 രണ്ടാം ആണവ പരീക്ഷണത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ മെയ് 11 സാങ്കേതിക വിദ്യാ ദിനമായി ആചരിക്കുന്നത്. ഇനി അടുത്തതാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിനെ കുറിച്ചാണ് അടുത്തതായി പറയുന്നത്. ഇന്ത്യയിലെ പ്രഥമ സയൻസ് കോൺഗ്രസ് വേദിയായത് കൊൽക്കത്തയാണ് 1914. 100ാമത് സയൻസ് കോൺഗ്രസ് വേദിയും കൊൽക്കത്ത തന്നെയാണ്. അത് കഴിഞ്ഞ് 107ാമത് സയൻസ് കോൺഗ്രസ് വേദി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അതിലെ പ്രമേയം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഗ്രാമീണ വികസനം. അപ്പൊ 107ാമത് സയൻസ് കോൺഗ്രസ് വേദി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. അതിലെ പ്രമേയം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഗ്രാമീണ വികസനവും. ഇനി ഈ 107ാമത് വേദി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി, അതിലെ പ്രമേയവും നമ്മൾ പറഞ്ഞു. ഇനി അത് എവിടെ വെച്ചാണ് നടന്നതെന്ന് അറിയണ്ടേ? അത് ബാംഗ്ലൂരിലാണ്. 2020 ജനുവരി 3-നാണ് 107ാമത് സയൻസ് കോൺഗ്രസ് നടന്നത്. 2021 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരമാണ് പൂനെ. 2021 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരമാണ് പൂനെ. അതിലെ പ്രമേയം സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് വുമൺ എംപവർമെന്റ്. 2021 ഇനി വരാൻ പോകുന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ കാര്യമാണ് പറയുന്നത്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വാർഷിക സമ്മേളനം നടക്കാൻ പോകുന്നത് പൂനെയിലാണ്. അതിലെ പ്രമേയം സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് വുമൺ എംപവർമെന്റ്. ഇനി അടുത്തതായി നമ്മൾ കുറെ പോളിസി ആൻഡ് ഇന്നോവേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. നാഷണൽ പോളിസി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ് ആണ് അടുത്തത് പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958. ഇതിന്റെ ലക്ഷ്യം എന്തെന്നാൽ ശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള അടിസ്ഥാന ഗവേഷണ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുക. സയന്റിഫിക് പോളിസി റെസൊല്യൂഷന്റെ ലക്ഷ്യമാണ്
ശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള അടിസ്ഥാന ഗവേഷണ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് 1957 സയൻസ് പോളിസി റെസൊല്യൂഷന്റെ ലക്ഷ്യം. ഈ നയത്തിന്റെ അടിസ്ഥാനമാണ് രാജ്യത്തിന്റെ ശാസ്ത്ര ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക, പ്രസ്തുത ഗവേഷണങ്ങൾ കണ്ടെത്തിപ്പെടുന്ന അറിവുകൾ രാജ്യത്തെ ഓരോ പൗരന്റെയും ജീവിത വിജയത്തിന് ഉതകുന്ന രീതിയിൽ നടപ്പാക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ നയങ്ങൾ. ഈ സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958 നയങ്ങളാണ് ഈ പറഞ്ഞത്. ഈ സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ തയ്യാറാക്കുന്ന സമയത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. സയൻസ് പോളിസി റെസൊല്യൂഷൻ തയ്യാറാക്കിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ശാസ്ത്ര സംരംഭത്തിനും ശാസ്ത്രീയ മനോഭാവത്തിനും അടിത്തറയിട്ടത് ഈ 1958 സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ ആണ്. അപ്പം ശാസ്ത്ര സംരംഭത്തിനും ശാസ്ത്രീയ മനോഭാവത്തിനും അടിത്തറയിട്ട പോളിസി റെസൊല്യൂഷൻ ആണ് 1958 സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ. സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958 പ്രാഥമികമായി ഒരു സയൻസ് പോളിസി ഡോക്യുമെന്റ് ആയിരുന്നു. ഒരു ഡോക്യുമെന്റ് ആയിരുന്നു സത്യത്തിൽ ഈ സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് TPS നിലവിൽ വന്ന വർഷം 1983. TPS 1983 സാങ്കേതിക ശാസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ സെൽഫ് റിലയൻസിലൂടെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒന്നാണ് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് അഥവാ TPS. തദ്ദേശീയ സാങ്കേതിക വികസനത്തിന് ശക്തി പകരുന്നതിനായി ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുമായി സാങ്കേതിക വികസന ഫണ്ട് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജി ഡെവലപ്മെന്റ് സ്ഥാപിച്ചത് എന്നതായിരുന്നു ഈ ശാസ്ത്രത്തിന്റെ നയം. ഇപ്പൊ ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ TPS എന്നാൽ അത് നിലവിൽ വന്നത് 1983 TPS 1983 സാങ്കേതിക ശാസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ സെൽഫ് റിലയൻസിലൂടെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒന്നായിരുന്നു. തദ്ദേശീയ സാങ്കേതിക വികസനത്തിന് ശക്തി പകരുന്നതിനായി ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുമായി സാങ്കേതിക വികസന ഫണ്ട് അഥവാ ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് സ്ഥാപിച്ച ശാസ്ത്ര നയമാണ് TPS. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി അഥവാ STP 2003 കുറിച്ചാണ്. ഇതിന്റെ ലക്ഷ്യം ദേശീയ തലത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി രാജ്യത്തെ ഗവേഷണ വികസന മേഖലയെയും സാമൂഹിക സാമ്പത്തിക മേഖലയെയും സംയോജിപ്പിക്കുന്ന പദ്ധതി തയ്യാറാക്കുക എന്നതായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി STP 2003 ലക്ഷ്യം. അപ്പം ദേശീയ തലത്തിലുള്ള വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി രാജ്യത്തെ ഗവേഷണ വികസന മേഖലകളുടെ സാമൂഹിക സാമ്പത്തിക മേഖലകളെയും സംയോജിപ്പിക്കുക, എന്നിട്ട് പദ്ധതികൾ തയ്യാറാക്കുക. ഇതായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി STP 2003 ലക്ഷ്യം. പിന്നെ വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഗവേഷണ വികസന മേഖലയിലേക്ക് വേണ്ട GDP 2% ഉയർത്തുക. അതും 2003 സയൻസ് ആൻഡ് ടെക്നോളജി പോളിസിയുടെ ലക്ഷ്യമായിരുന്നു. എന്താണ്? ഗവേഷണ വികസനങ്ങൾക്ക് വേണ്ടി GDP 2% ഉയർത്തുക എന്നതും സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003 ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. 1990 ഉദാരവൽക്കരണ ഘട്ടത്തിലുള്ള സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ശാസ്ത്രീയ ഗവേഷണ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഈ നയം തയ്യാറാക്കിയത്. 1990 ഉദാരവൽക്കരണ ഘട്ടത്തിലുള്ള സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ശാസ്ത്രീയ ഗവേഷണ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളെ പരിഗണിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു നയമായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003. അടുത്തതായി പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ പോളിസി STI 2013 കുറിച്ചാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിലവിൽ വന്നത് 2013. 2010-2020 വരെയുള്ള ദശകത്തെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ച നയമാണ് ഇത്. 2010-2020 വരെയുള്ള ദശകത്തെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ച നയം. ഇതിന്റെ ലക്ഷ്യം എന്തെന്നാൽ 2013 കൂടി ദേശീയ വികസനത്തിന്റെ നെടുംതൂണുകളാക്കി ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളെ മാറ്റുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം.
സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ പോളിസി 2013 ലക്ഷ്യം 2013 ദേശീയ വികസനത്തിന്റെ നെടുംതൂണുകളാക്കി ശാസ്ത്ര സാങ്കേതിക മേഖലയെ മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പോളിസി 2016 കുറിച്ചാണ് നമുക്ക് ഇനി അടുത്തതായി പറയേണ്ടത്. അപ്പൊ അതിനു മുന്നേ നമ്മൾ ഇന്നൊരു കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുകയാണ്. ഇന്ന് ഏപ്രിൽ 26 ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനം, അതായത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആണ് ഇന്ന്. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളിൽ ഒന്നാണ് ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന അഥവാ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. അതിന്റെ ഷോർട്ട് ഫോം ആണ് വിപോ, WIPO. ലോകമെമ്പാടും ബൗദ്ധിക സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബൗദ്ധിക സ്വത്തുക്കളുടെ സംരക്ഷണവും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും വേണ്ടി 1967 വിപോ രൂപീകൃതമായത്. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിന്റെ ജനീവയാണ്. അപ്പം ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനമാണെന്ന്. അതിന്റെ ഷോർട്ട് ഫോം ആണ് വിപോ, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. അത് 1967 രൂപീകൃതമായത്. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ഇനി നമ്മൾ തിരികെ വരാം. നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പോളിസി 2016 കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ ലക്ഷ്യം രാജ്യത്തെ പൊതുസമൂഹത്തിന്റെ ബൗദ്ധിക സ്വത്തിനെ അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ കുറിച്ച് നൽകുന്ന പൊതു അറിവാണ് ഇതിനെ ലക്ഷ്യം വെക്കുന്നത്. മനുഷ്യൻ ബുദ്ധിപരമായി വികസിപ്പിച്ച ആശയങ്ങൾ, പദ്ധതികൾ, വിവരങ്ങൾ എന്നിവയാകുന്ന സ്വത്തിനെയാണ് നമ്മൾ ബൗദ്ധിക സ്വത്ത് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യൻ ബുദ്ധിപരമായി വികസിപ്പിച്ച ആശയങ്ങൾ, പദ്ധതികൾ, വിവരങ്ങൾ എന്നിവയാകുന്ന സ്വത്തിനെയാണ് നമ്മൾ ബൗദ്ധിക സ്വത്ത് എന്ന് പറയുന്നത്. ആശയപരമോ കലാപരമോ കച്ചവടപരമോ ആശയങ്ങളുടെ മേലുള്ള വിവിധ തരത്തിലുള്ള നിയമപരമായ കുത്തകയാണ് ബൗദ്ധിക സ്വത്തവകാശം അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ലക്ഷ്യങ്ങൾ പിന്നെയും പ്രധാനമായിട്ടുള്ളത് ബൗദ്ധിക സ്വത്തിന്റെ രൂപീകരണത്തിനും വളർച്ചയ്ക്കുമായി നടപടികൾ കൈക്കൊള്ളുക, ബൗദ്ധിക സ്വത്തിന്റെ വാണിജ്യവൽക്കരണം ഉത്തേജിപ്പിക്കുക എന്നതൊക്കെയായിരുന്നു നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പോളിസി 2016 ലക്ഷ്യം. ഇനി അടുത്തതായി നമ്മൾ പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷനെ കുറിച്ചാണ്. 2020 സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷനെ കുറിച്ചാണ് പറയുന്നത്. അതിലെ ലക്ഷ്യം എന്തെന്നാൽ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടുക, വരുന്ന 10 വർഷത്തിനുള്ളിൽ ലോകത്തെ പ്രധാന ശാസ്ത്ര സാങ്കേതിക ശക്തികളിൽ ആദ്യ 3-ൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുക. അപ്പൊ പ്രധാനമായും സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ 2020 ലക്ഷ്യം വെക്കുന്നത് സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടുക, വരുന്ന 10 വർഷത്തിനുള്ളിൽ ലോകത്തെ പ്രധാന ശാസ്ത്ര സാങ്കേതിക ശക്തികളിൽ ആദ്യ 3-ൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുക. ഈ STI പോളിസി 2020 പ്രധാന ഉദ്ദേശം എന്തെന്നാൽ രാജ്യത്തെ ഗവേഷണ ഇന്നൊവേഷൻ മേഖലകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഹ്രസ്വ, ഇടത്തര, ദീർഘ പ്രോജക്റ്റുകളുടെ കാലികവും നൂതനവുമായ മാറ്റങ്ങൾ വരുത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ഉദ്ദേശം. ഇനി അടുത്തതായി പറയുന്നത് ടെക്നോളജി വിഷൻ ഡോക്യുമെന്റ് 2035. 2016 103ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ ടെക്നോളജി വിഷൻ ഡോക്യുമെന്റ് 2035 ആദ്യമായി അവതരിപ്പിച്ചത്. ടെക്നോളജി വിഷൻ ഡോക്യുമെന്റ് 2035 ആദ്യമായി അവതരിപ്പിച്ചത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിലെ ടെക്നോളജി വിഷനിലാണ്. ഓരോ ഭാരതീയന്റെയും വ്യക്തിത്വ വികസനം, സുരക്ഷിതത്വം എന്നിവ ലക്ഷ്യം വെക്കുന്ന ഈ പദ്ധതി മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാനാർത്ഥം സമർപ്പിച്ചതാണ്. ടെക്നോളജി വിഷൻ ഡോക്യുമെന്റ് 2035 2016 103ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിലാണ് ടെക്നോളജി വിഷൻ ഡോക്യുമെന്റ് 2035 ആദ്യമായി അവതരിപ്പിച്ചത്. ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പദ്ധതി സമർപ്പിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതിന്റെ പോളിസി ഇന്നോവേഷൻ ഒക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മുടെ 5 ഇയർ പ്ലാൻസിൽ കുറെ 1-2 5 ഇയർ പ്ലാൻസിൽ നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യമായി 10ാം പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. രാജ്യത്തെ സാങ്കേതിക വിദ്യയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി ആപ്ലിക്കേഷൻ അധിഷ്ഠിത ഗവേഷണ വികസനം നടപ്പാക്കുക. രാജ്യത്തെ സാങ്കേതിക വിദ്യയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി ആപ്ലിക്കേഷൻ അധിഷ്ഠിത ഗവേഷണ വികസനം നടപ്പാക്കുക. പ്രകൃതി ദുരന്തങ്ങൾ, മറ്റ് പ്രതിഭാസങ്ങൾ എന്നിവ മുൻകൂട്ടി അറിയുന്നതിനായി സാങ്കേതിക മേഖലയുടെ ഗുണനിലവാരം ഉയർത്തുക.
രാജ്യത്തെ മനുഷ്യ വിഭവത്തിന്റെ വികസനം ഉറപ്പാക്കുക, യുവജനങ്ങളെ ശാസ്ത്രീയ വിഷയങ്ങൾ കൂടുതൽ അഭിരുചിയുള്ളവരാക്കുക. ഇതൊക്കെ ആയിരുന്നു 10ാം പഞ്ചവത്സരയിലെ പ്രധാന നിർദ്ദേശങ്ങൾ. എന്തൊക്കെയാണ്? രാജ്യത്തെ സാങ്കേതിക വിദ്യയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി ആപ്ലിക്കേഷൻ അധിഷ്ഠിത ഗവേഷണ വികസനം നടപ്പാക്കുക. പ്രകൃതി ദുരന്തങ്ങൾ, മറ്റ് പ്രതിഭാസങ്ങൾ എന്നിവ മുൻകൂട്ടി അറിയുന്നതിനായി സാങ്കേതിക മേഖലയുടെ ഗുണനിലവാരം ഉയർത്തുക. രാജ്യത്തെ മനുഷ്യ വിഭവത്തിന്റെ വികസനം ഉറപ്പാക്കുക, യുവജനങ്ങളെ ശാസ്ത്രീയ വിഷയങ്ങൾ കൂടുതൽ അഭിരുചിയുള്ളവരാക്കുക. ഇതൊക്കെയായിരുന്നു 10ാം പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ. നമുക്ക് 12ാം പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിലെ ദേശീയ നിലവാരത്തിലുള്ള വികസനം നടപ്പാക്കുക. ശാസ്ത്രീയ സാങ്കേതിക മേഖലയിലെ പങ്കാളിത്ത വളർച്ച അഥവാ പാർട്ട്ണർഷിപ്പ് ഗ്രോത്ത് ഉറപ്പുവരുത്തുക. ഇന്ത്യയുടെ ആന്തരിക ഘടനയുടെ വികസനം മുൻനിർത്തി മെഗാ സയൻസ് പ്രോജക്റ്റുകൾ, വൻകിട നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ ദേശീയ നിലവാരത്തിലുള്ള വികസനം നടപ്പാക്കുക. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പങ്കാളിത്ത വളർച്ചയ്ക്ക് പാർട്ട്ണർഷിപ്പ് ഗ്രോത്ത് ഉറപ്പുവരുത്തുക. ഇന്ത്യയുടെ ആന്തരിക ഘടനയുടെ വികസനം മുൻനിർത്തി മെഗാ സയൻസ് പ്രോജക്റ്റുകളിൽ വൻകിട നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഇനി വന്ന ഓരോ ഈ സയൻസ് ആൻഡ് ടെക്നോളജി കാരണമായിട്ട് വന്ന ഓരോ സംരംഭങ്ങളെ കുറിച്ചാണ് ഇനി അടുത്തതായി പറയുന്നത്. ഇനി അടുത്തതായി പറയുന്നത് ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി അഥവാ TKDL കുറിച്ചാണ്. ഇന്ത്യയിൽ പരമ്പരാഗത ഔഷധ സമ്പത്തിന്റെ പരിരക്ഷണം മുൻനിർത്തി 2001 നിലവിൽ വന്ന സംരംഭമാണ്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെയും സംയുക്ത സംരംഭത്തെയാണ് TKDL അഥവാ ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പം TKDL വന്നത് എന്താണ്? ഇന്ത്യയിൽ പരമ്പരാഗത ഔഷധ സമ്പത്തിന്റെ പരിരക്ഷണം മുൻനിർത്തി 2001 നിലവിൽ വന്ന സംരംഭമാണ്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെയും സംയുക്ത സംരംഭമാണ് TKDL. അടുത്ത സ്ഥാപനമാണ് നാഷണൽ ഇന്നൊവേഷൻ കൗൺസിൽ അഥവാ NIC. സാം പിട്രോഡയുടെ അധ്യക്ഷതയിൽ സ്ഥാപിതമായതാണ് നാഷണൽ ഇന്നൊവേഷൻ കൗൺസിൽ. ഇന്നൊവേഷൻ മേഖലയിൽ ഇന്ത്യയിലെ പുതിയ കർമ്മ പദ്ധതികൾ നടപ്പാക്കാനും പുതിയ നയരൂപീകരണം നടത്താനും ചുമതലപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ ഇന്നൊവേഷൻ കൗൺസിൽ. ഇനി അടുത്തതാണ് നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ NRDC. സ്ഥാപിതമായ വർഷം 1953. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. രാജ്യത്തെ വിവിധ സർവകലാശാലകളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥാപനങ്ങളിൽ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ, പേറ്റന്റുകൾ, കണ്ടുപിടുത്തങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും വാണിജ്യവത്കരിക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1953. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്തെന്നാൽ രാജ്യത്തെ വിവിധ സർവകലാശാലകള് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥാപനങ്ങളിൽ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ, പേറ്റന്റുകൾ, കണ്ടുപിടുത്തങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും വാണിജ്യവത്കരിക്കുകയുമാണ് ലക്ഷ്യം. ഇനി ഇതിനെ ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്. നാഷണൽ ബയോടെക്നോളജി ഡെവലപ്മെന്റ് സ്ട്രാറ്റജി 2020 നിലവിൽ വന്നത് 2015 ഡിസംബർ 30. നാഷണൽ ബയോടെക്നോളജി ഡെവലപ്മെന്റ് സ്ട്രാറ്റജി 2015-2020 നിലവിൽ വന്നത് 2015 ഡിസംബർ 30. ഇനി അടുത്തതായി പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ NCSTC. ഇത് സ്ഥാപിതമായത് 1982. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. രാജ്യത്തെ പൊതുസമൂഹത്തിന് വളർന്നു വരുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരിക്കുന്നതിനും നൂതനമായ ശാസ്ത്രചിന്തകളുടെ ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിനുമായി നിലവിൽ വന്ന സ്ഥാപനമാണ് നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് സ്ഥാപിതമായത് 1982. ആസ്ഥാനം ന്യൂഡൽഹി. രാജ്യത്തെ പൊതു സമൂഹത്തിന്റെ വളർന്നു വരുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രാധാന്യത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് പറയുകയാണ്. ഈ പോയിന്റ്സുകളെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും ടെലിഗ്രാമിൽ PDF അപ്ലോഡ് ചെയ്യുന്നത്. രാജ്യത്തെ നൂതന ആശയ സൂചികയിൽ അതായത് ഇന്നൊവേഷൻ ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം 5. നീതി ആയോഗ് തയ്യാറാക്കിയ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കർണാടക. 2ാം സ്ഥാനം മഹാരാഷ്ട്ര. ഇനി നീതി ആയോഗ് തയ്യാറാക്കിയ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ
ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കർണാടക. ഒന്നാം സ്ഥാനമുള്ള യൂണിയൻ ടെറിട്ടറിയാണ് ഡൽഹി. അപ്പൊ നീതി ആയോഗ് തയ്യാറാക്കിയ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനമുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കർണാടക, സെക്കൻഡ് പ്ലേസ് മഹാരാഷ്ട്ര. അതേപോലെ തന്നെ നീതി ആയോഗ് തയ്യാറാക്കിയ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഫസ്റ്റ് പ്ലേസ് ഉള്ള യൂണിയൻ ടെറിട്ടറിയാണ് ഡൽഹി, സെക്കൻഡ് പ്ലേസ് ചണ്ഡീഗഡ്. 2020 ആഗോള ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 48ആണ്. 2020 ആഗോള ഇന്നൊവേഷൻ ഇൻഡെക്സിൽ, മറ്റേത് സ്റ്റേറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്, ഇത് ആഗോള ഇന്നൊവേഷൻ ഇൻഡെക്സ് ആണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 48ആണ്. 2019 ആഗോള ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 52 ആയിരുന്നു. അപ്പം 2019 52ാം സ്ഥാനവും 2020 48ാം സ്ഥാനവും ഇന്ത്യക്കായിരുന്നു. ഇനി നമ്മുടെ കുറെ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റ് ചെയ്ത കുറെ മന്ത്രിമാരുണ്ട്. അവര് ആരൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായി കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രിയായതാണ് സി സുബ്രഹ്മണ്യം. ആദ്യത്തെ കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രി സി സുബ്രഹ്മണ്യം. ഇപ്പൊ നിലവിൽ കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധനാണ്. കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രിയായ ആദ്യ മലയാളി വയലാർ രവിയാണ്. അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രിമാരെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രിയായത് സി സുബ്രഹ്മണ്യം. ഇപ്പോൾ നിലവിൽ പ്രസന്റ് ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ ഹർഷവർദ്ധനാണ്. ആദ്യമായി ഒരു മലയാളിയായത് വയലാർ രവിയുമാണ്. ഇതോടെ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമന്റ്സ് പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടേണ്ടതാണ്. താങ്ക്സ്.